െങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്നിട്ട് ഈ തെണ്ടിയെ നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഇത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ നോമ്പ് തുറവിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലമായിപ്പോയി, മാറ്റിക്കോളാം. ഇപ്പോൾ ഇവർ AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ AI വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുമാണ് വോയിസുകൾ ഉണ്ടാക്കാം. അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. അടിപൊളി. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ?